വാഹനങ്ങൾക്ക് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കുന്നത് എന്തിനാണ്? താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ അഥവാ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ വാഹനങ്ങൾക്ക് അനുവദിക്കുന്നത് 4 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിലൊന്ന് വാഹനത്തിന്റെ ബോഡി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്. 2 ഫാൻസി നമ്പർ ബുക്ക് ചെയ്ത് നമ്മുടെ വാഹനത്തിന് ഇഷ്ട നമ്പർ സെലക്ട് ചെയ്തെടുക്കുന്നതിന്. 3 ഒരു വാഹനം ഒരു സംസ്ഥാനത്തു നിന്നും വാങ്ങി മറ്റൊരു സംസ്ഥാനത്ത് ചെന്ന് പെർമനന്റ് രജിസ്ട്രേഷൻ നമ്പർ സ്വീകരിക്കുന്നതിന്. 4 ഒരു വാഹനം വാങ്ങിയതിനു ശേഷം കൺവേർട്ട് ചെയ്ത് അഡാപ്റ്റഡ് വെഹിക്കിളാക്കി മാറ്റുന്നതിന്. ഇതിൽ ബോഡി നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്ന താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ പുതുക്കി നൽകുകയുള്ളൂ. 2025 മാർച്ച് 31 വരെ താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 6 മാസമായിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 1 മുതൽ താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 45 ദിവസമാണ്. രജിസ്ട്രേഷൻ വാലിഡിറ്റി, ഫിറ്റ്നസ് വാലിഡിറ്റി ഇവ കഴിഞ്ഞ ഒരു വാഹനം റോഡിൽ ഇറങ്ങിയാലുള്ള നിയമപരമായ എല്ലാ നടപടികളും താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞ വാഹനം റോഡിൽ ഇറങ്ങിയാലും ബാധകമായിരിക്കും. ഇനി നമുക്ക് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് പരിചയപ്പെടാം. മഞ്ഞ പ്രതലത്തിൽ ചുവന്ന നിറത്തിലാണ് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് ഉണ്ടാവുക. ഇതിൽ ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരം ടി ടെമ്പററി രജിസ്ട്രേഷൻ ആണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. തുടർന്ന് വരുന്ന 2 അക്കം ഏതു മാസമാണ് ഈ വാഹനം റോഡിൽ ഇറങ്ങിയത് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള 2 അക്കം ഏതു വർഷം ഇറങ്ങിയ വാഹനമാണെന്നും തുടർന്നുള്ള 2 ഇംഗ്ലീഷ് അക്ഷരം ഏത് സംസ്ഥാനത്തിൻ്റെതാണെന്നും സൂചിപ്പിക്കുന്നു. തുടർന്ന് വരുന്ന 4 അക്കങ്ങൾ ഈ വാഹനത്തിൻ്റെ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പറാണ്. അതിനെ തുടർന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏത് സീരീസ് ആണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്.